ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച താരം മെഗാസ്റ്റാർ മമ്മൂക്ക അംഗീകാരങ്ങൾ വാരിക്കൂട്ടുകയാണ്. മമ്മൂക്ക വിഷയത്തിലേക്ക് വരാൻ അതിന്റെ മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദക്ഷിണേന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളോടൊപ്പം താൻ അഭിനയിച്ചിട്ടുണ്ടെന്നും എന്നാൽ യഥാർത്ഥ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയാണെന്നും ജ്യോതിക ഫിലിം കമ്പാനിയന്റെ 2023 ബെസ്റ്റ് പെർഫോമൻസ് റൗണ്ട് ടേബിളിൽ സംസാരിക്കവെയാണ് ജ്യോതിക മമ്മൂട്ടിയെക്കുറിച്ച് മനസ്സ് തുറന്നത്. ജ്യോതിക പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയാണ്. ജ്യോതികക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത നടൻ സിദ്ധാർത്ഥും മമ്മൂട്ടിയെ അഭിനന്ദിച്ച് സംസാരിച്ചു. കാതലിലെ മാത്യു ദേവസി എന്ന കഥാപാത്രം മമ്മൂട്ടി തിരഞ്ഞെടുത്തത് സ്വന്തം പ്രശസ്തിയും സ്റ്റാറ്റസും അവഗണിച്ചുകൊണ്ടാണെന്ന് ജ്യോതിക കൂട്ടിച്ചേർത്തു. കാതൽ എന്ന ചിത്രത്തിന്റെ അവസാന ഭാഗത്താണ് ഓമന എന്ന കഥാപാത്രം കുറച്ചെങ്കിലും സംസാരിക്കുന്നത്. സംഭാഷണത്തെക്കാൾ നിശബ്ദതയ്ക്ക് കുറച്ചുകൂടി വൈകാരിക നിമിഷങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് കാതലിൽ നിന്നും പഠിച്ചു. മനോഹരമായ ചിത്രമാണ് കാതൽ. ഭാര്യ ഭർത്ത ബന്ധത്തിന്റെ ആഴവും പരപ്പും ഒരു തൊടലോ ചേർത്തുപിടിക്കലോ കൂടാതെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കാതലിന് സാധിച്ചു. ഭാര്യ കഥാപാത്രങ്ങൾ ഒട്ടേറെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും കാതലിലെ ഓമനയെ പോലൊരു കഥാപാത്രം ഇതാദ്യമാണ്. കാതലിന്റെ കഥ എഴുതിയിരിക്കുന്ന രീതി തന്നെയാണ് ആ സിനിമയുടെ പ്രത്യേകതയെന്നും ജ്യോതിക പറഞ്ഞു. കാതൽ എന്ന ചിത്രത്തിൽ മമ്മൂക്ക തിരഞ്ഞെടുത്ത ആ ഒരു കഥാപാത്രം വേൾഡ് വൈഡ് ആയിട്ട് ചർച്ചയിൽ മുന്നേറുകയാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക താരങ്ങളും മമ്മൂക്ക ചെയ്ത ഈ ഒരു കഥാപാത്രത്തെ കുറിച്ച് വായ് തോരാതെ സംസാരിക്കുന്നു. മമ്മൂക്ക വീണ്ടും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ്